അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ രാവിലെ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ കൂടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഒരുപാട് പെരുന്തിൻ കൂട്ടങ്ങൾ അങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. താഴെ ഒരുപാട് നായകള് എന്തോ കൊത്തി വലിക്കുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ അതിന്റെ നടുവിൽ കണ്ടത്. ഞാൻ ബൈക്ക് നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. ഇത്രമാത്രം സഹജീവികളോട് കരുണ കാണിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ അന്നാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കരുണ ചെയ്യൂ, എങ്കിൽ പരലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ പോലെ കുറേ കോഴിയുടെ പാർട്സൊക്കെ എടുത്തു കൊണ്ടുവന്ന് അത് ഇത്തരം ജീവികൾക്ക്, ഒരുപാട് പെരുന്തുകളും അതുപോലെ തന്നെ നായും ഇത് ഭക്ഷിക്കുന്നു. എത്ര സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക. അദ്ദേഹം ഒരുപാട് കടകളിൽ നിന്ന് അത് ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെയുള്ള വേസ്റ്റ് അത് ചിലപ്പോൾ ഒരു മാലിന്യമായി തള്ളുകയായിരിക്കും. പക്ഷെ ആ മാലിന്യത്തെ മറ്റുള്ള ജീവികൾ ഭക്ഷണമാക്കി മാറ്റാൻ അദ്ദേഹം കാണിക്കുന്ന ഈ പ്രവർത്തനം ഒരു പ്രതിഫലവും ലാഭവും ഉദ്ദേശിക്കാതെയാണ് അത് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അല്പനേരം കുശലം പറഞ്ഞിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഇത് ചെയ്യാറുണ്ട്, ഒഴിവുള്ള ദിവസങ്ങളിൽ അധികവും ഈ പ്രവർത്തനം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹജീവികളോടുള്ള സ്നേഹം, ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, ഈ സകല ചരാചരങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്, അവർക്ക് തന്നാലാവുന്നത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ നമ്മെ യാത്രയാക്കുമ്പോൾ സ്ഥിരമായി അദ്ദേഹം ഈ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും മാതൃകയാണെന്ന് പറഞ്ഞ് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നലെ രാവിലെ കോഴിക്കോട് ബീച്ചിന്റെ സൈഡിൽ കൂടെ ബൈക്കിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഒരുപാട് പെരുന്തിൻ കൂട്ടങ്ങൾ അങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. താഴെ ഒരുപാട് നായകള് എന്തോ കൊത്തി വലിക്കുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ അതിന്റെ നടുവിൽ കണ്ടത്. ഞാൻ ബൈക്ക് നിർത്തി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. ഇത്രമാത്രം സഹജീവികളോട് കരുണ കാണിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ അന്നാണ് കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ നിങ്ങൾ ഭൂമി ലോകത്തുള്ളവർക്ക് കരുണ ചെയ്യൂ, എങ്കിൽ പരലോകത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞ പോലെ കുറേ കോഴിയുടെ പാർട്സൊക്കെ എടുത്തു കൊണ്ടുവന്ന് അത് ഇത്തരം ജീവികൾക്ക്, ഒരുപാട് പെരുന്തുകളും അതുപോലെ തന്നെ നായും ഇത് ഭക്ഷിക്കുന്നു. എത്ര സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃകയാണ് ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുക. അദ്ദേഹം ഒരുപാട് കടകളിൽ നിന്ന് അത് ശേഖരിച്ചു കൊണ്ടുവന്ന് അവിടെയുള്ള വേസ്റ്റ് അത് ചിലപ്പോൾ ഒരു മാലിന്യമായി തള്ളുകയായിരിക്കും. പക്ഷെ ആ മാലിന്യത്തെ മറ്റുള്ള ജീവികൾ ഭക്ഷണമാക്കി മാറ്റാൻ അദ്ദേഹം കാണിക്കുന്ന ഈ പ്രവർത്തനം ഒരു പ്രതിഫലവും ലാഭവും ഉദ്ദേശിക്കാതെയാണ് അത് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അല്പനേരം കുശലം പറഞ്ഞിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും ഇത് ചെയ്യാറുണ്ട്, ഒഴിവുള്ള ദിവസങ്ങളിൽ അധികവും ഈ പ്രവർത്തനം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സഹജീവികളോടുള്ള സ്നേഹം, ഭൂമിയുടെ അവകാശികൾ മനുഷ്യർ മാത്രമല്ല, ഈ സകല ചരാചരങ്ങൾ ഭൂമിയുടെ അവകാശികളാണ്, അവർക്ക് തന്നാലാവുന്നത് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹം ഒരു പുഞ്ചിരിയോടെ നമ്മെ യാത്രയാക്കുമ്പോൾ സ്ഥിരമായി അദ്ദേഹം ഈ പ്രവർത്തനം നമുക്ക് എല്ലാവർക്കും മാതൃകയാണെന്ന് പറഞ്ഞ് നിർത്തുന്നു.